എപ്പോഴും ഒരു ഡോക്ടറിനെ കാണാൻ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടറിനെ കാണാൻ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ സുഹൃത്തുക്കളുടെ അടുത്ത് വെറുതെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇച്ചിരി ഡാർക്ക് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ ഇത് വീട്ടിലൊക്കെ ഒന്ന് പറയുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്നൊക്കെ പറയുമല്ലോ. അപ്പം അങ്ങനത്തെ രീതിയിൽ എടുത്തിട്ടുള്ളത് അർത്ഥതലങ്ങൾ പടത്തിൽ വേറെ ഉണ്ട്. പടം കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്താന്നുള്ളത്. അതിപ്പോ പറയാൻ പറ്റില്ല. അങ്ങനത്തെ രീതിയിലാണ് എടുത്തേക്കുന്നത്. മെഡിക്കലി ഇപ്പൊ ഹോസ്പിറ്റലിൽ നടക്കുന്ന വല്ലെങ്കിലും ഇഷ്യൂ ഒക്കെ എന്തെങ്കിലും പരാമർശിക്കുന്നുണ്ടോ? സൊസൈറ്റിയോട് എന്തെങ്കിലും പറയുന്ന അങ്ങനെ? ഇല്ല, അങ്ങനത്തെ ഭീകരമായിട്ടുള്ള ഇതൊരു ഫിക്ഷനാണ്. നമ്മള് റിയൽ ഇൻസിഡൻസിൽ നിന്ന് ഇൻസ്പയർഡ് ആണെങ്കിലും ഇത് ഫിക്ഷണൽ സ്റ്റോറിയാണ്, ഒരു സിനിമയാണ്. സിനിമയായിട്ട് കണ്ടാൽ മതി. ഇതിനൊരു ആരെയും മോശപ്പെടുത്താനോ അതെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട് എല്ലാം. അത് ഏതിലായിരിക്കും, അതായത് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ക്രൈമുകൾ പലതിലും ടച്ച് ചെയ്യുന്നുണ്ട്. അത് ഏതിലാണ് ലാൻഡ് ചെയ്യുന്നുള്ള സിനിമ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതാണ്. അശ്വിൻ ബ്രോ, ഹലോ. താങ്കളുടെ ആക്ടിങ്ങിലൊക്കെ ഒരു കമൽഹാസൻ ടച്ച് കിടക്കുന്നുണ്ടെന്ന് ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ താങ്കൾക്ക് ഒരു ക്യാരക്ടർ വരുമ്പോൾ ഏതായി കമൽഹാസൻ? കമൽഹാസൻ ആക്ടർ. ഇവിടെ അപ്പോൾ ഈ താങ്കളെ ഒന്നും വീണ്ടും പറഞ്ഞേ. പൊതുവെ താങ്കളുടെ ഈ ആക്ടിങ് സ്റ്റൈൽ ഒരു കമൽഹാസൻ ടച്ച് കിടപ്പുണ്ട് നമുക്ക് തോന്നാറുണ്ട്. ആർക്ക്? എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് കുറച്ച് പേർക്ക്. നിങ്ങളുടെ പൊതുവെ താങ്കൾ ഈ കമൽഹാസനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് തോന്നാറ്. പൊതുവെ ഒരു കമൽഹാസൻ മതി അങ്ങനെ അങ്ങനെയല്ല. പക്ഷെ എന്തായാലും ലൈക്ക് അങ്ങനെ അത്ര ഇതായിട്ടില്ല. അങ്ങനെ ഭയങ്കര ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നല്ലോ, ഭയങ്കര ഒരു ഈസി ഗോയിങ് ക്യാരക്ടർ ആയിരുന്നു. ഇപ്പോൾ ഹാപ്പി വെഡിങ്ങിൽ ദൃശ്യം എന്ന് പറയുന്ന എൻ്റെ ക്യാരക്ടർ ആയാലും അതിൽ ഈസി ഗോയിങ് ആയിട്ടുള്ള എനിക്ക് അധികം ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നില്ല. പക്ഷെ അരുന്ധതി എന്ന് പറയുന്ന ഇപ്പോൾ ഡോസിൽ നമ്മുടെ രണ്ടുപേരും ക്യാരക്ടർ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഇതാണ്. ഒരു ആക്ടർ എന്ന രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ ഒത്തിരി ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അന്നും ഇന്നും സിറ്റിച്ചേട്ടൻ ഒരു ഇതാണ്. പക്ഷെ പേഴ്സണലി എനിക്ക് ഐ ഹാവ് ഫെൽറ്റ് ഡിഫറൻസ്. അന്ന് ഞാൻ അത്ര സീരിയസ് ആയിട്ടല്ല അഭിനയം കണ്ടിരുന്നത്. ഇപ്പോൾ ഞാനത് കുറച്ചും കൂടി എൻ്റെ അപ്രോച്ച് കുറച്ചുകൂടി ലൈക്ക് ഒരു സംഭവം നമുക്കൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായി ചെയ്യണം, അതിന് എത്ര ലെവലിൽ എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും വില്ലിങ് ആണ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് വന്നിട്ടുണ്ട്. അതിൽ ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഒരു കാര്യത്തില് സന്തോഷമുള്ള കാര്യം, അതായത് നമ്മൾ ഹാപ്പി വെഡിങ് കഴിഞ്ഞിട്ട് അതുപോലത്തെ ഒരു സിനിമയല്ല നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അതുപോലത്തെ ക്യാരക്ടേഴ്സ് അല്ല അതിനുവേണ്ടിയല്ല നമ്മൾ ജോയിൻ ചെയ്തത്. ഇപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അത് ആസ് ആക്ടേഴ്സ് ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആയിരുന്നു. അതിൽ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഈ അങ്ങനെ ഒരു സിനിമ, ഒരു വലിയ സിനിമ ഇറങ്ങിയില്ല, ഒരു ഫ്രാഞ്ചൈസി ദൃശ്യം എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസി മൂവി ഇറങ്ങിയേക്കാണ്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സിനിമ നിൽക്കുമ്പോൾ അതും ഓഡിയൻസ് കാണുന്ന പറയുന്നതിന് പകരം സന്തോഷം നമുക്ക് എന്തുള്ളത് ആ കാര്യങ്ങളിൽ സന്തോഷിക്കുക എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ തിയേറ്ററുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. എപ്പോൾ തിയേറ്ററുണ്ട്, കുഴപ്പമില്ലാതിട്ടുണ്ട്. കാരണം എല്ലാ സിനിമകളും നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്നല്ലേ. ഇപ്പോൾ വെക്കേഷൻ ടൈമുള്ളത് അങ്ങനെ സിനിമ കണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓഡിയൻസ് പറയുന്ന പോലെ ആ പേര് സ്ക്രീനിൽ കാണുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ മൊമെന്റ് നാളെ സാധിക്കാൻ പോവാണ്. അപ്പം ഇത്ര നാളുണ്ടായ പ്രത്യേകിച്ച് ഒരു സിനിമ എന്ന് പറയുമ്പോൾ പ്രേക്ഷകനെ അത് ഓരോ 10 മിനിറ്റിൽ അത് എൻഗേജ് ചെയ്യിച്ച് അല്ലെങ്കിൽ അടുത്ത എന്തെന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിച്ച് നിർത്തുക എന്ന് പറഞ്ഞത് ചെറിയൊരു പ്രോസസ് അല്ല. അപ്പം നാളെ ഇതിന് റിസൾട്ട് വരാൻ പോവാണ്. എത്രത്തോളം ടെൻഷനാണ്, എത്രത്തോളം പ്രിപ്പറേഷൻസ് ഉണ്ട്? അത് ടെൻഷൻ ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ടെൻഷനുണ്ട്. കാരണം അത്രയും കുറേ നാളത്തെ അധ്വാനമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മീഡിയ പ്രവർത്തകനായിരുന്നു, ഏഷ്യാനെറ്റ് പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു. ഇപ്പോൾ ചോദ്യം ചോദിച്ച ബ്രോയുടെ പ്രോഗ്രാമിൽ ഞാൻ ആങ്കറായിട്ട് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 5-6 വർഷം മുമ്പ് നമ്മൾ ഇടക്കാട് ബറ്റാലിയൻ ഇൻ്റർവ്യൂ ഞാനായിരുന്നു ബ്രോയായിരുന്നു ക്യാമറ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ കുറേ വിനയൻ സാറിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ആ സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ സിനിമയേക്കാൾ വലിയ ട്വിസ്റ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതിലെത്തി നിൽക്കുമ്പം ടെൻഷനല്ല. കാരണം നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു. അത് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തൊട്ട് അതിൻ്റെ റിസർച്ച് ചെയ്യുമ്പോൾ മുതൽ ആ സമയത്തെല്ലാം കൃത്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വരെ നമ്മൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ബാക്കി
ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്, അതുകൊണ്ട് ബാക്കി ദൈവത്തിൻ്റെ കയ്യിലും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ കയ്യിലുമാണ്. ഇത് എങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെയ്തു വെക്കുന്ന എല്ലാം ഇഷ്ടപ്പെട്ടോളണമെന്നില്ല, കുറച്ച് നമ്മുടെ ഇഷ്ടവും കുറച്ച് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം എന്നുള്ള രണ്ടും കൂടിയുള്ളൊരു മിക്സ് ആയിരിക്കും നമ്മുടെ പടം. എന്തായാലും നിരാശപ്പെടുത്തില്ല. കണ്ടിട്ട് ഒരാൾക്ക് ഉറപ്പായിട്ടും പറയാം, കാശ് പോയിന്ന് ഒരു കാരണവശാലും പറയില്ല എന്നത് എൻ്റെ ഉറപ്പാണ്, 100%. എൻ്റെ ഉറപ്പാണ്, ഞങ്ങളുടെ എല്ലാവരുടെ ഉറപ്പാണ്. തീർച്ചയായിട്ടും അത് എന്തായാലും നമ്മളെല്ലാവരും ഈ സിനിമ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ്